ഉറങ്ങാൻ കിടന്ന് എനിക്ക് ഏതാണ്ട് വില്ലി വന്ന പോലെയാണ്. കുനാഫ വേണം ആദർശേട്ടാ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് വന്നത്. അപ്പോൾ ഞാൻ അത് എത്തിയിട്ടുണ്ടായിരുന്നു. അത് വേഗം പോയിട്ട് എനിക്ക് കുനാഫയിൽ പോയിട്ട് കുനാഫ മേടിച്ചോണ്ട് തന്നു കേട്ടോ. രാത്രി തന്നെ സമയം ഇപ്പോൾ ഒരു 10:20 ആയിട്ടുണ്ട്. അത്ര ആയിട്ടുള്ളൂ. ഭാഗ്യം കുനാഫ കിട്ടി. അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്തിൽ കാണുന്നത്. ഉറങ്ങാൻ കിടന്ന് അമ്മേനെ ഇതേ എണീപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മേരെ കിളി പോയിട്ട് കുനാഫ എന്നൊക്കെ ഇട്ടിട്ട് അമ്മ എന്തിട്ടത് എന്ന് വെച്ചിട്ട് എണീറ്റ് വന്നിട്ട് കിളി പോയിട്ടാണ് ഈ നിൽക്കണത്. അപ്പോൾ അതും അതിലേക്കുള്ള അതിൻ്റെ പഞ്ചസാര അതിനൊക്കെ ഒഴിച്ച് റെഡിയാക്കി ഇരുണ്ട് ഇരുന്ന് കുനാഫ ഇരുന്ന് രാത്രി ഇരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത് കേട്ടോ. നല്ല സമാധാനമായി കിടന്നുറങ്ങി. ഞാൻ രാവിലെ എണീറ്റത് മുറ്റടിക്കാൻ നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഞാൻ മുറ്റടിക്കാനായിട്ട് വന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ മുറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. പക്ഷെ ആ ഒരു സൈഡാണ് ഇത്തിരി ടാസ്ക് ഉള്ളത്. അപ്പോൾ അത് എന്നോട് ചോദിക്കുന്നുണ്ട് നിന്നിട്ട്. അപ്പോൾ വേഗം മുറ്റടിച്ച് ഞാൻ അകത്തേക്ക് കയറി വന്നപ്പോൾ അമ്മ പുട്ടും കടലയായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കുമ്പം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കുമ്പത്തിനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പുട്ട് കഴിക്കാമെന്ന് വെച്ചിരിക്കാനാണ് പോയത്. അപ്പോൾ നോക്കിയപ്പോൾ അതും തലൂർക്ക് പോകാനായിട്ട് റെഡി ആവുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് ഇറങ്ങിയിട്ട് ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പുട്ടെടുത്തിട്ട് കിണ്ണത്തിലിട്ട് വന്നിട്ട് പിന്നെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് അത് ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എനിക്കിതിൽ നാളികേരമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് കടലക്കറി കൂട്ടി കഴിക്കാനൊക്കെ ഇഷ്ടം പുട്ടും നാളികേരം കൂട്ടി കഴിക്കാനായിട്ടത്. അപ്പോൾ അത് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കാനായിട്ട് ഞാനാണ് കേട്ടോ ഈ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അമ്മയാണ് പോവാറ്. അപ്പോൾ ഇതേ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പുട്ടും കടലക്കറിയും കൂടി കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു പുട്ടില്ല എന്ന് വെച്ചിട്ടാണ് വേറെ പുട്ട് കുമ്പത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കാസർഗോഡിൽ പുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടും കടലക്കറിയും കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിച്ച് കഴിയാറായി പകുതിയൊക്കെ ആയപ്പോഴാണ് വെലിശം വിളിക്കുന്നത്. വെലിശം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. വെലിശം ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് ഓരോ ആഴ്ചയും വരാമെന്ന് പറയുമ്പോൾ ഒരു ഞായറാഴ്ച ഞാൻ അവിടെയാവും, ഒരു ഞായറാഴ്ച എന്തായാലും ഇവിടെ പരിപാടി ഉണ്ടായിട്ട് ബിസി ആയിരിക്കും, പിന്നത്തെ ഞായറാഴ്ച തിരിച്ച് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അവസാനം ഇന്ന് അവർ എത്തിയിട്ടുണ്ട്. വീട്ടിലേക്കുള്ള ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വീടിൻ്റെ ബാക്കിലേക്കാണ് പോവുക. അപ്പോൾ ഇവരും വീടിൻ്റെ ബാക്കിലേക്ക് ഇത്ത വഴിക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് വലിയ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഞാൻ എടുക്കണ്ടായിരുന്നു. കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാനായിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.